നിത്യജീവിതത്തിൽ നമ്മുടെ അടുക്കളയിലും അതുപോലെ തന്നെ വീട്ടിലുമൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചില ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനൊക്കെ വറുത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പോലും മീൻ വറുത്തതിന് ശേഷമുള്ള ആ ഒരു സ്മെല്ല് വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടല്ലേ. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്ന സമയത്ത്, അതല്ല നമ്മൾ മീൻ വറുത്ത് അന്ന് പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം, വീട് അടച്ച് പുറത്തു പോയി വന്നതിന് ശേഷം വീട് തുറന്നകത്തേക്ക് കയറുന്ന സമയത്തും ഈ മണം ഇങ്ങനെ വീടിനുള്ളിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. കൂടുതലായിട്ട് ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകളാണ് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മീൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് പോവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ആദ്യം തന്നെ നമ്മൾ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 2-3 ഗ്രാമ്പു ഇടാം. ഇനി നമുക്ക് വേണ്ടത് വിനീഗർ ആണ്. അപ്പോൾ വിനാഗിരി 1 സ്പൂൺ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പട്ടയുടെയും ഗ്രാമ്പൂന്റെയും അതുപോലെ വിനാഗിരിയുടെയും കൂടി ചേർന്നിട്ട് നല്ലൊരു സുഗന്ധം നമ്മുടെ വീടിനുള്ളിലൊക്കെ പരക്കാനായിട്ട് തുടങ്ങും. വീടിന്റെ ഓരോ മുറികളിലേക്കും ഇതുപോലെ നന്നായിട്ട് സ്മെല്ല് വന്ന് കഴിയുമ്പോൾ, അതായത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ തന്നെ മീൻ വറുത്ത സ്മെല്ല് പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിലേക്ക് പുതിയ പാത്രങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ സ്റ്റിക്കർ അതിൽ ഒട്ടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ടാസ്ക് ആണ്. കാരണം സ്റ്റിക്കർ നമ്മൾ പാത്രം കഴുകിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ സ്റ്റിക്കർ നമ്മൾ കൈകൊണ്ട് നോർമലായിട്ട് പൊളിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ ഇതുമ്പോൾ ഇങ്ങനെ ഒട്ടി ചേർന്നുണ്ടാവും. പിന്നെ ആ പശ പോകാനായിട്ട് നമ്മൾ നല്ലോണം സ്ക്രബ് ചെയ്ത് കളയേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ എളുപ്പത്തിൽ പാത്രത്തിൽ നിന്ന് സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കത്തിച്ചതിന് ശേഷം സിമ്മിലേക്ക് വെക്കാം. ഇനി നമ്മൾ ഈ പുതിയ പാത്രം ഉണ്ടല്ലോ, ഇതിന് മുകളിൽ ഒന്ന് വച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചൂടാവേണ്ട ഒന്നും ആവശ്യമില്ല. പതുക്കെ ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഈ സ്റ്റിക്കർ പതുക്കെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അതിൻ്റെ സൈഡിൽ പിടിച്ചിട്ട് ജസ്റ്റ് നമ്മളൊന്നിങ്ങനെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ സ്റ്റിക്കറിൻ്റെ യാതൊരു പാടുകളും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ അത് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. പാത്രത്തിന് ചെറിയൊരു ചൂടുണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ പാത്രം കയ്യിൽ പിടിക്കുന്ന സമയത്ത് കൈ പൊള്ളാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടോ, സ്റ്റിക്കർ പോകുന്നതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ പശയുടെ യാതൊരു അവശിഷ്ടങ്ങളും ഇല്ലാതെ തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ഒരു പ്ലേറ്റിൽ നിന്നും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമ്മൾ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നമുക്ക് പ്ലേറ്റിൽ നിന്ന് സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയ പാത്രം വാങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് സ്റ്റിക്കർ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു വിദ്യ നിങ്ങൾ പ്രയോഗിച്ച് നോക്കണേ. നമ്മൾക്ക് കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ സീറ്റ് കവർ ഇതുപോലെ നല്ല തെളിഞ്ഞ കളറുകളൊക്കെ ആണെങ്കിൽ അതിൽ അഴുക്കാവാതെ നോക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കാല് ചവിട്ടിയിട്ടൊക്കെ ഇതുപോലെ കാർ സീറ്റിലൊക്കെ നിറയെ അഴുക്കുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള അഴുക്കുകൾ കാർ സീറ്റിൽ നിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ടിപ്പാണ് അടുത്തത്. അഴുക്ക് കളയാനായിട്ടൊരു DIY സൊല്യൂഷൻ നമുക്ക് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഡിഷ് വാഷിംഗ് ലിക്വിഡ് 1 സ്പൂൺ ഒരു സ്പ്രേയിങ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്കായിട്ട് 1 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. വിനാഗിരി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ഈ ഒരു സൊല്യൂഷൻ കറക്റ്റ് സ്പ്രേയിങ് ബോട്ടിലിൽ നിറയുന്ന രീതിയിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അഴുക്ക് പുരണ്ടിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ DIY സൊല്യൂഷൻ ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചു നോക്കിയേ, അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് സൊല്യൂഷൻ ആണിത്. DIY സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ഇനി കാർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പ്രയോഗിച്ച് നോക്കാൻ മറക്കരുത്. കുട്ടികൾ യാത്ര ചെയ്യുമ്പോഴും അവർ കാല് വെച്ച് ചവിട്ടിയാലും എന്തഴുക്കായാലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തോന്നുന്ന കീബോർഡിന്റെ കീസിന് ഇടയിലുള്ള ഭാഗത്ത് പൊടി ഇതുപോലെ അടിഞ്ഞുകൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുമാണ്.
വില കൂടിയ ബ്രഷുകളുടെ സഹായം ഇല്ലാതെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതൊന്ന് പതുക്കെ നനച്ചെടുക്കണം. ഒരുപാട് നനവുണ്ടാവാൻ പാടില്ല, ചെറിയൊരു നനവുണ്ടായാൽ മതി. അതിനുശേഷം നമുക്ക് ടിപ്പ് ദേ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒരു ചെറിയ ബ്രഷ് പോലെ ആക്കിയെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ആ കീസിന് ഇടയിലൂടെ നമ്മളൊന്ന് പതുക്കെ ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനിടയിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും കീസിൽ അധികം പ്രഷർ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കീസ് ഡാമേജ് ആയി പോവും. അപ്പോൾ ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി കിട്ടും. പൊടിയൊന്നും ഇല്ലാണ്ട് കീബോർഡ് വൃത്തിയാക്കാനായിട്ട് ഈ ഒരു ഐഡിയ നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നല്ലൊരു തുണി വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ കീബോർഡ് ക്ലീൻ. വൈറ്റ് കളർ ഡ്രസ്സിലൊക്കെ കറ പുരണ്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വളരെ ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ കറ പെട്ടെന്ന് എടുത്തു കാണുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കറ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഇനി ഈ ബേക്കിംഗ് സോഡ പേസ്റ്റ് ഇതുപോലെ കറ പുരണ്ട ഭാഗങ്ങളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ വൈറ്റ് കളർ ലെഗിങ്സ് ആണ് കേട്ടോ. ഇതിൽ എണ്ണ പുരണ്ടിട്ട് എണ്ണയുടെ കറയായിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഈ ബേക്കിംഗ് സോഡ പേസ്റ്റ് നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇനി ഒരു 20-30 മിനിറ്റ് ഇത് ഇങ്ങനെ നമുക്ക് വച്ചേക്കാം. അപ്പോൾ ഇനി ഒരു 20-30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഡയല്യൂട്ടഡ് അല്ല, നോർമൽ വിനാഗിരി നമ്മൾ ഇതിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കറ പൂർണ്ണമായിട്ടും റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അത് തന്നെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിങ്ങനെ എടുത്ത് കാണുന്ന രീതിയിലുള്ള ആ ഒരു കറ പൂർണ്ണമായിട്ട് മാറിയതായിട്ട് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വൈറ്റ് കളർ ഡ്രസ്സുകളിൽ നിന്ന് കറ റിമൂവ് ചെയ്യാനായിട്ട് നല്ലൊരു വിദ്യയാണ് കേട്ടോ. നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ. ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എത്ര വൃത്തിയായിട്ട് നമ്മുടെ ബക്കറ്റും കപ്പും ഒക്കെ നമ്മൾ സൂക്ഷിച്ചാലും ഇതുപോലെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് വന്നിട്ട് വളരെ വൃത്തികേടായിട്ട് ബക്കറ്റും കപ്പും ഒക്കെ ആയി പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബേക്കിംഗ് സോഡ പേസ്റ്റ് ഉണ്ടല്ലോ, ഇതുപോലെ ബക്കറ്റിലോ കപ്പിലോ ഒക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20-30 മിനിറ്റ് അതുപോലെ നമുക്ക് വച്ചേക്കാം. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും 20-30 മിനിറ്റ് നമ്മൾ ഇതുപോലെ വച്ച് കഴിയുമ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് ഉണങ്ങി പിടിക്കും. നേരത്തെ നമ്മൾ വൈറ്റ് ഡ്രസ്സിൽ നിന്ന് കറ കളഞ്ഞതുപോലെ തന്നെ ഈ കറയും റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി വിനാഗിരി ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗങ്ങളിലേക്കും വിനാഗിരി സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലോണം നമ്മൾ കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നമ്മളിത് കഴുകി എടുത്തു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ബക്കറ്റും കപ്പും ഒക്കെ പുതിയതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസ് ബക്കറ്റിൽ നിന്നും കപ്പിൽ നിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു വിദ്യ നിങ്ങൾ പ്രയോഗിച്ച് നോക്കണേ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഹെൽപ്ഫുൾ ആവുന്ന ചെറിയ ചില ടിപ്സ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് ഇതുപോലത്തെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.